വിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാത്തിരുന്ന പൂരം നാളെ. പൂരലഹരിയിൽ പൂരനഗരി. പൂരത്തിന് വിളംബരം അറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരും. പൊതുജനങ്ങൾ പരമാവധി സെൽഫ് ലോക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മാള വലിയ പറമ്പിൽ യുവാവിനെയും യുവതിയെയും വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. ആളൂർ വല്ലക്കുന്നിലെ ചെമ്മീൻ ചാലിനരികിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം സ്വദേശി അച്ചുവാണ് മരിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തജന പ്രവാഹം. കൂണ്ടുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വാർത്തകൾ വിശദമായി. കാത്തിരുന്ന പൂരം നാളെ. പൂരലഹരിയിൽ പൂരനഗരി. ആഘോഷങ്ങൾ കുറച്ചാണ് ഇക്കുറി പൂരം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവ് പകിട്ടില്ലാതെയും എന്നാൽ പ്രൗഢി ചോരാതെയുമാണ് ഒരാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വന്നെത്തിയ പൂരങ്ങളുടെ പൂരത്തെ പൂരനഗരി വരവേൽക്കുന്നത്. പൂരം നാൾ പുലർന്നാൽ ശക്തന്റെ തട്ടകത്തെ ഉണർത്താൻ ഘടകക്ഷേത്രങ്ങളുടെ വരവായി. അതിരാവിലെ വെയിലും മഴയുമേൽക്കാതെ കണിമംഗലം ശാസ്താവാണ് ആദ്യം വടക്കുംനാഥ സന്നിധിയിലെത്തുക. പിന്നാലെ പതിവ് പോലെ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ചെമ്പൂക്കാവ് കാർത്തിയായനി, പനമുക്കുംപിള്ളി ശാസ്താവ്, ലാലൂർ കാർത്തിയായനി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ കാർത്തിയായനി, നെയ്തലക്കാവ് ഭഗവതി എന്നീ ക്ഷേത്രങ്ങൾ പൂരവുമായി എത്തും. വാദ്യപ്രേമികൾക്ക് വിരുന്നൂട്ടി കോങ്ങാട് മധുവിന്റെ പ്രാമാണികത്വത്തിലുള്ള തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മടത്തിൽ വരവ് പഞ്ചവാദ്യവും പൂരത്തിന്റെ വാദ്യപ്പെരുമ വിളിച്ചോതും. ഉച്ചയ്ക്ക് പാറമേക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രം മതിൽക്കകത്തേക്ക് എഴുന്നള്ളിയെത്തും. ഇലഞ്ഞിമര ചുവട്ടിലെത്തി നിലയുറപ്പിച്ചാൽ പിന്നെ ലോകം കാതോർത്തിരുന്ന മേളക്കുലപതി കിഴക്കൂട്ടനിയന്മാരാർ നയിക്കുന്ന ലോകോത്തര സിംഫണിയായ ഇലഞ്ഞിത്തറ മേളമായി. ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും ചേർന്നൊരുക്കുന്ന തിരുവമ്പാടിയുടെ പാണ്ടിമേളവും പൂരനഗരിയിൽ മേളക്കടലിരമ്പം തീർക്കും. ഇവയ്ക്ക് ശേഷമാണ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തെക്കോട്ടിറക്കം, തുടർന്ന് കുടമാറ്റം. സമയം ചുരുക്കി പ്രതീകാത്മകമായിട്ടാണ് മത്സരാവേശം സൃഷ്ടിക്കാറുള്ള കുടമാറ്റം ഇത്തവണ നടക്കുക. പിന്നീട് പകൽപൂരത്തിന്റെ തനിയാവർത്തനമായി തീവട്ടികളുടെ സ്വർണശോഭയിൽ ഘടകപൂരങ്ങളെത്തും. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ രാത്രി എഴുന്നള്ളത്തും നടത്തും. തുടർന്ന് നടക്കുന്ന പുലർച്ചെ വെടിക്കെട്ടിന് പകരം കതിന മുഴക്കും. പൂരപ്പിറ്റേന്ന് ഉപചാരം ചൊല്ലാനായി ഭഗവതിമാരുടെ വരവായി. മേളം കലാശിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിലപാട് തറയ്ക്ക് അഭിമുഖമായി അണിനിരക്കുന്ന ഭഗവതിമാർ മുഖാമുഖം നിന്ന് പൂരം ഒരാണ്ടിന്റെ ഇടവേളയിലേക്കും ഉപചാരം ചൊല്ലി പിരിയും. തുടർന്നുള്ള പതിവ് കരിമരുന്ന് പ്രയോഗവും ഇക്കുറിയില്ല. എന്നിരുന്നാലും ആചാരപ്പെരുമ നിറഞ്ഞ പൂരത്തിലലിയാൻ പുരുഷാരം പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തും. പൂരം നാളെ രാവിലെ 6 മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. TCV തൃശൂർ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ച് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നു. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ധന്യമുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്നത്. ഭക്തിയും പൂരാവേശവും നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരം അറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നത്. പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവിനും മറ്റ് ദേവീദേവന്മാർക്കും വേണ്ടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ്. വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം നടപ്പാണ്ടിയുടെ അകമ്പടിയോടെയാണ് ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവ് ഭഗവതി പൂരനഗരിയിലെത്തിയത്. തുടർന്ന് മണികണ്ഠനാലിൽ കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ മേളമരങ്ങേറി.
നീതലക്കാവ് ഭഗവതി പടിഞ്ഞാറേ ഗോപുര നട വഴി വടക്കുന്നാഥിൽ പ്രവേശിച്ച ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ കഴിഞ്ഞ് തെക്കേ ഗോപുര നട തള്ളി തുറന്നു. തുടർന്ന് നീതലക്കാവിലമ്മ വീണ്ടും വടക്കുന്നാഥന്റെ ശ്രീമൂല സ്ഥാനത്തെത്തി. അവിടെയും 1 മണിക്കൂറോളം മേളം അരങ്ങേറി. നിലപാട് തറയിൽ നീതലക്കാവിലമ്മ കയറി നിന്നതോടെ മാരാർ 3 തവണ ശംഖുമുഴക്കി. ഇതോടെ തൃശൂർ പൂരത്തിന് വിളംബരമായി. തെക്കേ ഗോപുര നട തുറക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ TCV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. TCV തൃശൂർ. പൂരത്തിനായി കരിവീരന്മാരും തയ്യാർ. കുളിച്ചുകുറി തൊട്ട് പൂരത്തിനായി നഗരത്തിലെത്തിയ കരിവീരക്കൂട്ടങ്ങൾ പൂരത്തലേന്നത്തെ ചന്തം നിറഞ്ഞ കാഴ്ചകളിൽ ഒന്നായി. പൂരനഗരിയിലെത്തിയവരുടെ കണ്ണുകളെല്ലാം കൊമ്പുകുലുക്കിയെത്തിയ കൊമ്പന്മാരിലായിരുന്നു. ഗജവീരന്മാരുടെ ഫിറ്റ്നസ് പരിശോധനയും നടന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റേത് ക്ഷേത്ര ആനക്കോട്ടയിലും തിരുവമ്പാടിയുടേത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലുമായിട്ടാണ് നടന്നത്. പാപ്പാന്മാരെ അനുസരിക്കൽ, ആനയുടെ ആരോഗ്യം, ദേഹത്ത് മുറിവോ മറ്റോ ഇല്ലെന്ന് ഉറപ്പിക്കൽ, ഭക്ഷണം കൃത്യമായി കഴിക്കൽ, ഇങ്ങനെ എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഫിറ്റ്നസ് ടാഗും നൽകിയാണ് കൊമ്പന്മാരെ പൂരത്തിനയക്കുന്നത്. പൂരത്തിനായി പാറമേക്കാവ്, തിരുവമ്പാടി ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്കായി നിലവിൽ 85ഓളം ആനകളെയാണ് കരുതിയിട്ടുള്ളത്. പാറമേക്കാവ്, തിരുവമ്പാടി, ഗുരുവായൂർ ദേവസ്വങ്ങളുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് പുറമെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെയുള്ള പേരുകേട്ട കൊമ്പന്മാരും പരിശോധന കഴിഞ്ഞ് പൂരത്തിനായി സജ്ജമായി കഴിഞ്ഞു. കൊമ്പന്മാരെ കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ വലിയ തിരക്കാണ് പരിശോധനാ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇനി ചന്തം ചൊരിയുന്ന നെറ്റിപ്പട്ടവും ആലവട്ട വെഞ്ചാമരങ്ങളുമായി ഈ കരിവീരന്മാർ പൂരപ്പറമ്പിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് ഓരോ ആനപ്രേമികളും. TCV തൃശൂർ. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അതേസമയം കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ഒരുക്കണം. സ്കൂളുകളിലും അംഗൻവാടികളിലും കൂൾ റൂഫ് സ്ഥാപിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സെൽഫ് ലോക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ പ്രശ്നം ഉള്ളവരും ഗർഭിണികളും പകൽ സമയത്ത് സെൽഫ് ലോക്ഡൌണിന് വിധേയമാകണമെന്നും അന്തരീക്ഷ താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് തുടർച്ചയായാണ് രേഖപ്പെടുത്തുന്നത്. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം. ആന്റിവനം ഉള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളെ പെട്ടെന്ന് എത്തിക്കാൻ 108 ആംബുലൻസുകൾ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് താപസൂചിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന താപനിലയേക്കാൾ വല്ലാതെ ഉയർന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരെല്ലാവരും പറയുന്നത്. അത് നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്യാം. താപനില ഉയർന്നു തന്നെ നിൽക്കുകയും നമ്മുടെ നഗര സ്വഭാവമുള്ള അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായ മനുഷ്യന് വലിയ അസ്വസ്ഥത, ഉറക്കത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, ശാരീരികമായി ഉള്ള പ്രതീക്ഷ പോലെ തന്നെ പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടായി ഒരു ഹീറ്റ് സ്ട്രെസ്സ് മനുഷ്യനാകെ വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകമായി പരിഗണിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് വേനൽമഴ 2 ദിവസത്തിനുള്ളിൽ വന്നേക്കും. പക്ഷേ വേനൽമഴ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂടിക്കെട്ടലുകൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് വല്ലാത്ത സ്വഭാവത്തിലുള്ള ഹ്യൂമിഡിറ്റി വന്നു കയറുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചൂട് വർദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന നിലയിൽ പാമ്പ് കടി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടാക്കണം എന്ന് എല്ലാ വകുപ്പുകളോടും പൊതുജനങ്ങളോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ അതീവ ജാഗ്രതയുടെ ഭാഗമായി ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിന് വെള്ളം നൽകിക്കൊണ്ടും ആവശ്യമായിട്ടുള്ള ശാരീരിക വിശ്രമം എടുത്തുകൊണ്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗണിൻ്റെ മാനസികാവസ്ഥയോട് കൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. പ്രത്യേകിച്ച്
മാള വലിയ പറമ്പിലെ യുവാവിനെയും പെൺസുഹൃത്തിനെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി മഠത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി കുന്നത്തുപറമ്പിൽ വീട്ടിൽ മിൽന എന്നിവരാണ് മരിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ശ്രീജിത്തിന്റെ വാടക വീടിന്റെ കിടപ്പുമുറിയിൽ ഒരു കയറിന്റെ ഇരുഭാഗത്തായി ഇരുവരും തൂങ്ങിയ നിലയിൽ കണ്ടത്. മിൽനയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതൽ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ രാത്രി നൽകിയ പരാതിയിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. മിൽനയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വീടിന്റെ പിന്നിൽ നിന്ന് സ്കൂട്ടർ കണ്ടെത്തിയപ്പോഴാണ് വീടിനകത്ത് തിരഞ്ഞത്. ശ്രീജിത്ത് ഡ്രൈവറാണ്. ശ്രീജിത്തിന്റെ പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ചൊവ്വാഴ്ച വലിയ പറമ്പിലെ വീട്ടിൽ വെച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്ന ഭാര്യ അഞ്ജുവിന്റെ പരാതിയിൽ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ അഞ്ജു ചികിത്സയിലാണ്. ആളൂർ വല്ലക്കുന്നിലെ ചെമ്മീൻ ചാലിനരികിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ പെരിങ്ങമല സ്വദേശി 19 വയസ്സുള്ള അച്ചുവാണ് മരിച്ചത്. നിപ്മറിലെ ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ആദ്യവർഷ വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീടെടുത്താണ് താമസിച്ചിരുന്നത്. അവധിയായതിനാൽ വെള്ളിയാഴ്ച രാത്രി 7:30 കുട്ടികൾ കുളിക്കാൻ പോയതായിരുന്നു. ഇതിനിടയിലാണ് അച്ചു കുളത്തിലേക്ക് വീണത്. ചെമ്മീൻ ചാലിലെ വലയിൽ കാൽ കുടുങ്ങിയതാണ് അപകടത്തിന് കാരണം. മറ്റുള്ളവർക്ക് നീന്തൽ അറിയാത്തതിനാൽ രക്ഷപ്പെടുത്താനായില്ല. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് തീർത്ഥാടക പ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ശനിയാഴ്ച രാവിലെ നടന്ന നൈവേദ്യ പൂജയ്ക്ക് ഫാദർ വിപിൻ വേരൻ പിലാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡ്രൂ തരകൻ, ഡീക്കൻ ജെയ്മോൻ അറയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ച ഭക്ഷണ ആശീർവാദവും നേർച്ച ഭക്ഷണ വിതരണവും നിർവഹിച്ചു. നേർച്ച ഭക്ഷണ വിതരണം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിവരെ തുടരും. നവീകരിച്ച പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ആശീർവദിച്ച് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ലിവിൻ ചൂണ്ടൽ, ഫാദർ തോമസ് ഊക്കൻ എന്നിവർ സഹകാർമ്മികരായി. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ലിയോ ജോസഫ്, കെ.എ. ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, കെ.ജെ. ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം മുനയ്ക്കക്കടവിൽ പൊതു ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഓളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന് മുൻവശത്തുള്ള പൊതു ടാപ്പിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് ബിന്ദുവിനെ പാമ്പ് കടിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീരമേഖലയിൽ മുൻപില്ലാത്ത രീതിയിൽ പാമ്പിന്റെ സാന്നിധ്യം കൂടുതലാണെന്ന് സ്നേക് ക്യാച്ചറും പുനയൂർ പഞ്ചായത്ത് അംഗവുമായ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ. 2018 പ്രളയശേഷമാണ് മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടാൻ തുടങ്ങിയതെന്നും പറയുന്നു. ചൂട് കൂടിയതോടെ പാമ്പിന്റെ സാന്നിധ്യം വർദ്ധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ നിരവധിയിടങ്ങളിൽ നിന്ന് ഒട്ടേറെ പാമ്പുകളെ വീരാൻകുട്ടി പിടികൂടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. വെള്ളാങ്കല്ലൂരിൽ ജീരക സോഡയ്ക്കകത്ത് ചത്ത പാമ്പിനെ കണ്ടെത്തി. മനക്കിലപ്പുഴയിലെ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിൽ നിന്ന് ആലുവ സ്വദേശികൾ വാങ്ങിയ ജീരക സോഡയ്ക്കകത്താണ് ചത്ത പാമ്പിനെ കണ്ടെത്തിയത്. ആരോഗ്യ വിഭാഗത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോണത്തുകുന്ന് ചിരട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന റിലാക്സ് എന്ന പേരിലുള്ള സോഡ നിർമ്മാണ യൂണിറ്റിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് യൂണിറ്റ് അടപ്പിച്ചു. മേഖലയിൽ ഇവർ വിതരണം നടത്തിയ കടകളിലെ സോഡകൾ തിരിച്ചെടുത്ത് നശിപ്പിച്ചു. എന്റെ കയ്യിൽ ജീരക സോഡ ഉണ്ട്. അത് ഈ ബാക്കിൽ കാണുന്ന ഒരു കടയിൽ നിന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടി എടുക്കണം. ഇത് എടുത്തപ്പോൾ ഇതിനകത്ത് നോക്കി ഒരു പാമ്പിന്റെ കുഞ്ഞാണ് ചത്തിറങ്ങി. കമ്പനി ഏതാണെന്ന് ഞാൻ കാണിച്ചില്ല. ഈ കമ്പനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. നേരാൽ ഈ കമ്പനി ഒരു കടയിലും വെക്കരുതട്ടെ. ഒരു ശ്രദ്ധയില്ലാത്തവരെ. കാരണം നമ്മുടെ കൂടെ വന്ന് ഒരുത്തനെ കുടിക്കാൻ എടുത്തപ്പോഴാണ് ഇതിനകത്ത് ഒരു പാമ്പ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടേ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരസ്ഫോടനത്തിൽ മരിച്ച തിരുവമ്പാടി വെടിക്കെട്ട് കലാകാരൻ സതീശൻ മുണ്ടത്തിക്കോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കെ രാധാകൃഷ്ണൻ MP, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, DCC സെക്രട്ടറി കെ അജിത് കുമാർ, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, PN വൈശാഖ്,
പ്രവർത്തക്, കൌൺസിലർമാർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സതീശൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KCBയുടെ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. ചാമക്കാല ജുമാ മസ്ജിദിന് സമീപത്തെ ട്രാൻസ്ഫോമറാണ് കത്തിനശിച്ചത്. വീടുകളിലെ വൈദ്യുതി ഉപഭോഗം കൂടിയപ്പോൾ ചൂടായാണ് ട്രാൻസ്ഫോമർ കത്തിയതെന്ന് അധികൃതർ പറയുന്നു. സംഭവമറിഞ്ഞ അധികൃതർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തെങ്കിലും ട്രാൻസ്ഫോമറും അനുബന്ധ വയറിങ്ങുകളും പൂർണ്ണമായും കത്തിയിരുന്നു. ട്രാൻസ്ഫോമർ മാറ്റിവെക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരമധ്യം അപകടക്കെണിയായി. പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കാനയുടെ സ്ലാബ് തകർന്നു. കുന്നംകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കാന കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നു. കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബ് തകർന്ന് കാനയ്ക്കുള്ളിലേക്ക് തന്നെ വീണുകിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. കാനയുടെ വീതിക്ക് അനുയോജ്യമല്ലാത്ത സ്ലാബ് സ്ഥാപിച്ചാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കൃത്യമായ അളവില്ലാതെ പാകിയ സ്ലാബ് ഉറച്ചു നിൽക്കാതെ കാനയിലേക്ക് തന്നെ പതിക്കുകയായിരുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്ന് സ്ലാബ് പുനഃസ്ഥാപിക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ശാശ്വത പരിഹാരമായില്ല. ഓരോ തവണ സ്ലാബ് മാറ്റുമ്പോഴും ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെ പഴയപടി തന്നെ തുടരുന്നതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് നിത്യവും ഇതുവഴി കടന്നുപോകുന്നത്. കാനയുടെ ഈ അവസ്ഥ സമീപത്തെ വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ട്. സ്ലാബ് തകർന്നതോടെ റോഡിന്റെ വശങ്ങളിലൂടെയുള്ള വാഹനങ്ങളുടെ പാർക്കിങ്ങും സുഗമമായ യാത്രയും തടസ്സപ്പെടുന്നു. അപകടങ്ങൾ സംഭവിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കാനയുടെ അളവിനനുസരിച്ചുള്ള ബലമേറിയ പുതിയ സ്ലാബ് സ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. TCV, കുന്നംകുളം. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ ഭക്തരിൽ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണിതെന്ന് അദ്ദേഹം അറിയിച്ചു. ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന കശ്മീർ സ്വദേശിയെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കശ്മീരിൽ നിന്നും ഇദ്ദേഹത്തെ കാണാതായതിനെക്കുറിച്ചുള്ള ബന്ധുക്കളുടെ പരാതിയിൽ കശ്മീർ പോലീസ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. കൊടകര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിനപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീടിന് നേർക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ലോറി ഇടിച്ച് ഗേറ്റും മതിലും തകർന്നു. പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ചെരുപ്പ് കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്നു കാർ. ആർക്കും പരിക്കില്ല. കടങ്ങോട് സ്വദേശിനി നിബിലയുടെ ആദ്യ പുസ്തകം അടുപ്പിൻകരയിലെ എഴുത്തുകാരി പ്രകാശനം ചെയ്തു. പള്ളിമേപ്പുറം മബ ഉൽ മദ്രസയിൽ നടന്ന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആമിന സുലൈമാൻ അധ്യക്ഷയായി. തലേങ്ങാട്രി മഹല്ല് പ്രസിഡന്റ് PK സലിം ഹാജി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരിയും ചിത്രകാരിയുമായ ചെമ്പരത്തി ഫസ്ന പുസ്തകം പരിചയപ്പെടുത്തി. പഞ്ചായത്ത് മെമ്പർമാരായ PU പ്രകാശൻ, ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് ബീച്ചിലെ മിനി വാഗമൺ പ്രദേശം മാലിന്യ ഭീഷണിയിൽ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശിക്കുന്ന പ്രദേശത്ത് പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കുന്നുകൂടി കിടക്കുന്ന നിലയിലാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് കന്നുകാലികൾക്കും മറ്റും വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ ചാവക്കാട് നഗരസഭയുടെ സഹകരണത്തോടെ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ പ്രദേശത്ത് മാസ് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ എറിയാട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അരപ്പപ്പുറം ചക്കുങ്ങ പീടികയിൽ 49 വയസ്സുള്ള സൈഫി ഹുസൈനാണ് മരിച്ചത്. വീട്ടിലെത്തിയ ബന്ധുവാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഇല്ലാതെ വലഞ്ഞ് യാത്രക്കാർ. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനായതിനാൽ രോഗികളെ ഏറ്റവുമധികം ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ. മേൽപ്പാലം ഇല്ലാത്തതിനാൽ ട്രാക്ക് മുറിച്ചു കടന്ന് വേണം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ. ഉയരം കൂടിയ പ്ലാറ്റ്ഫോം ആയതിനാൽ ആളുകൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ട്രാക്ക് മുറിച്ചു കടക്കുന്നത് അപകടത്തിനിടയാക്കാനുള്ള സാഹചര്യമുള്ളതിനാൽ എത്രയും വേഗം ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഏക്കറോളം വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന പ്രശസ്തമായ അന്തിക്കാട് കുളം കടുത്ത വേനലിൽ വറ്റുമെന്ന ആശങ്ക. കോൾച്ചാലിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള പൈപ്പുകൾ കാലപ്പഴക്കത്താൽ പൊട്ടാൻ തുടങ്ങിയതാണ് പ്രതിസന്ധിയായത്. 6 വർഷം മുൻപ് അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യം പരിഗണിച്ച് മന്ത്രിയായിരുന്ന VS സുനിൽകുമാറിന്റെ ഇടപെടലിൽ സംസ്ഥാന സർക്കാർ 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ച ജില്ലയിലെ ഈ മാതൃകാക്കുളം ദൃശ്യഭംഗി കൊണ്ട് ഏറെ ആളുകളെ ആകർഷിച്ചിരുന്നു. 2020 നവീകരണം പൂർത്തിയായതിനു ശേഷം കുളം വറ്റിയിരുന്നില്ല. ഇറിഗേഷൻ കനാലിൽ നിന്നും വെള്ളമെത്തിച്ചാണ് കുളത്തിലെ വെള്ളത്തിന്റെ അളവ് നിലനിർത്തിയിരുന്നത്. അന്തിക്കാട് കോൾച്ചാലിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയിരുന്ന പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടാൻ തുടങ്ങിയതോടെയാണ് വേനലിൽ കുളത്തിലെ ജലവിധാനം താഴുകയും ഒഴുക്ക് നിലച്ച വെള്ളത്തിൽ പായലും മറ്റും വ്യാപിക്കുകയും ചെയ്തത്. കാലപ്പഴക്കം മൂലം തകരാറിലായ ജലസേചന മാർഗങ്ങൾ നവീകരിക്കുക മാത്രമാണ് പരിഹാരമാർഗമെന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം AV ശ്രീവത്സൻ പറഞ്ഞു. ഈ കടുത്ത വേനല് വന്നതിന്റെ ഭാഗമായിട്ട് കുളത്തിൽ വെള്ളം നല്ലോണം കുറഞ്ഞിരിക്കുകയാണ്. ഇറിഗേഷൻ പദ്ധതിയിൽ കാലപ്പഴക്കം വളരെ മുന്നേ തൊട്ടുള്ള പദ്ധതിയാണത്. അതിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുളത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ പൈപ്പ് ഇട്ടിട്ടാണ്, കോളിൽ നിന്ന് വെള്ളം പൈപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ പൈപ്പിൻ്റെ കാലാവധി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും പൊട്ടൽ വരിക. അപ്പോൾ പൊട്ടൽ വരുമ്പോൾ വെള്ളം അടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് കുളത്തിലേക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കയറ്റുമ്പോൾ അവിടെ പൊട്ടി പല സ്ഥലത്തും മന്ത്രിരാജൻ്റെ വീടിൻ്റെ അടുത്ത് അടക്കമുള്ള പ്രദേശത്ത് ഇത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ ഇറിഗേഷൻ പദ്ധതിയിൽ അത് നവീകരിക്കണം. കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുകയും പൈപ്പിന് പുതിയ വാൽവ് ഘടിപ്പിക്കുകയും ചെയ്താലേ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ ചാലുകളിൽ നിന്നുള്ള വെള്ളം ചോർച്ചയില്ലാതെ ഈ കുളത്തിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. അങ്ങനെ കുളത്തിൽ ആവശ്യമായ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ അഴുക്ക് അടിഞ്ഞുകൂടുന്ന സാഹചര്യവും ഇല്ലാതാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ.
ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ മെയ് 12-ന് ആഘോഷിക്കുമെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനത്തിൽ 1 ലക്ഷം പേർക്കുള്ള നേർച്ച സദ്യയാണ് ഒരുക്കുന്നത്. കൊടികയറ്റം ചൊവ്വാഴ്ച രാവിലെ 10:15 നടക്കും. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിക്കും. മെയ് 12-ന് രാവിലെ 10:30 കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കും. റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവർട്ടി ഊട്ടുതിരുന്നാൾ ഭക്ഷണ വിതരണത്തിന്റെ വിശുദ്ധിയും പവിത്രതയും കാത്തുസൂക്ഷിക്കുന്നതിനും ആശീർവദിച്ച നേർച്ച ഭക്ഷണം അല്പം പോലും പാഴാക്കാതെ സൂക്ഷിക്കുന്നതിനുമായി ഹാൾ അറേഞ്ച്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ ഡൊമിനിക് സാവിയോ, പീറ്റർ വടക്കേത്തല എന്നിവർ സംസാരിച്ചു. തെക്കുംകരയിൽ പാടശേഖരത്തെ കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വീരോലിപ്പാടം സ്വദേശി ബിജു സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള പശുവാണ് കിണറ്റിൽ വീണത്. മേയാൻ വിട്ട പശു ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഗ്രേഡ് സീനിയർ ഓഫീസർ മുരളി കിണറ്റിലിറങ്ങി ഹോസ് ഉപയോഗിച്ച് പശുവിനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി.ആർ. ഷിബുവിന്റെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഓഫീസർമാരായ ഗോപകുമാർ, സൈമൺ, ബിജീഷ്, അജിത്, നാരായണൻകുട്ടി, അഖിൽ കൃഷ്ണ, അഖിൽ അജിത് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി.ജി. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ.വി. ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൌൺസിലർമാരായ കെ.എം. അഷ്റഫ്, എ.കെ. പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ആക്ട്സിന് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി വിറ്റോ വർഗീസിനെയും സെക്രട്ടറിയായി ജോർജ് പള്ളിത്തറയെയും ട്രഷററായി ആന്റോ പട്ടിക്കരയെയും ജില്ലാ പ്രതിനിധിയായി ഷാജു മങ്കുഴിയെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ആക്ട്സ് ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഇനി വാണിജ്യം. ഷോപ്പിംഗിന് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഫാൽക്കൺ ഗ്രൂപ്പിന്റെ സ്വപ്ന സംരംഭമായ ഫാൽക്കൺ മാൾ കുന്നംകുളം പെരുമ്പിലാവിൽ പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പിലാവിന്റെ ഹൃദയഭാഗത്ത് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഫാൽക്കൺ മാൾ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി, A.C. മൊയ്തീൻ MLA, A.P. അബ്ദുൽ വഹാബ് MP, ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫാൽക്കൺ ഗ്രൂപ്പ് ചെയർമാൻ M.M. മൊയ്തുണ്ണി, ഡയറക്ടർമാരായ മുഹമ്മദ് ഷക്കീർ, ഷഫീഖ് റഹ്മാൻ, അഹമ്മദ് സാജിദ്, സിറാജുൽ മുനീർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകോത്തര നിലവാരമുള്ള 20ഓളം ബ്രാൻഡുകളുടെ സ്റ്റോറുകളാണ് മാളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടും ചെയ്തിട്ടുള്ളത്. 2 lakh സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മോളും പ്ലസ് ഇതിൽ ഫുഡ് കോർട്ടും ബ്രാൻഡ്സ് ഒരു 20+ ബ്രാൻഡ്സും ഹൈപ്പർ മാർക്കറ്റ് നെക്സോസ് എന്നുള്ള ബ്രാൻഡിലുള്ള ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. 20,000 സ്ക്വയർ ഫീറ്റുള്ള ഹൈപ്പർ മാർക്കറ്റുമാണ് ഉള്ളത്. വസ്ത്രങ്ങളുണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഫൺസ്റ്റാ എന്നുള്ള ഗെയിംസ് ഉണ്ട് ഇവിടെ. അങ്ങനെ മൊത്തം ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദറും കൂടാതെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു നമ്മുടെ ടാഗും അങ്ങനെ റീറ്റെയിൽ, ലിഷർ, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ്. ഒരു TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ.
near bus stand, Tripprayar. കാത്തിരുന്ന പൂരം നാളെ. പൂരലഹരിയിൽ പൂരനഗരി. പൂരത്തിന് വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരും. പൊതുജനങ്ങൾ പരമാവധി സെൽഫ് ലോക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മാള വലിയ പറമ്പിൽ യുവാവിനെയും യുവതിയെയും വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് മരിച്ചത്. ആളൂർ വല്ലക്കുന്നിലെ ചെമ്മീൻ ചാലിനരികിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം സ്വദേശി അച്ചുവാണ് മരിച്ചത്. പാവട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തജന പ്രവാഹം. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.